അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കളിക്കാൻ പോണ ഗ്രാനിയാണ്, വണ്ടിയിൽ കഴിയുമ്പോഴൊന്നല്ല. അപ്പോൾ ഗായ്സ്, നമുക്ക് അൾട്രാ ഗെയിം മോഡ് ഇടാം. അക്സെപ്റ്റ് ചെയ്യണോ, അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കണോ? അക്സെപ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷ് അത്ര അറിയില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് തോന്നുന്നത്. അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേസ്. ഇനി നമുക്ക് ഡിഫിക്കൽട്ടി പ്രാക്ടീസ് കൊടുക്കാം. അതിന് നമുക്ക് വീടൊക്കെ ഒന്ന് നോക്കണ്ടേ. നമുക്ക് പ്രാക്ടീസ് ഗെയിം തീം പറഞ്ഞിട്ട് ഹലോവീൻ, ക്രിസ്മസ്, നൈറ്റ്മെയർ, അങ്ങനെ കുറച്ചുണ്ട് ഗൈസ്. പിന്നെ ഡിഫാൾട്ടാണ് നമ്മൾ കളിക്കുന്നത്. ആദ്യം നമുക്ക് സാധാ ഇതിലൊന്ന് നോക്കാം, പിന്നെ നമുക്ക് ക്രിസ്മസും ഹലോവീനൊക്കെ പോവാം. ഇന്നലെ ഡേ 1 ആയിട്ടുണ്ട്. ഇതിൽ മൊത്തം നമുക്ക് 5 days ആണുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനി എന്ത് ചെയ്താണെങ്കിലും കൊല്ലും. നമ്മളിപ്പോൾ നീറ്റുന്ന ബെഡിൻ്റെ അടിയിൽ ഒളിക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇവിടെ എന്താ വെച്ച് ഡ്രോ ഉണ്ട്. അതെന്താ ലീവ് ദിസ് ഹൗസ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. ലീവ് ദിസ് ഹൗസ്. ബ്ലഡ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ആ ടബിൻ്റെ ഉള്ളിൽ പീസ് ഓഫ് പെയിൻറ്റിങ് ഉണ്ട്. അത് നമ്മളെല്ലാം കണ്ടുപിടിച്ചിട്ട് വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ ഡേ കിട്ടും. അത് വലിയ കാര്യമൊന്നുമില്ല, പ്രാക്ടീസല്ലേ നമ്മൾ കളിക്കണം. നമുക്ക് ഏതായാലും സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് 8 കാലീൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ വേറൊരു പീസ് ഓഫ് പിക്ചർ. ഇവിടെ ഷോട്ട് ഗൺ പാർട്ട്. ഇവിടെ എന്താ, ഇവിടെ ഒന്നുമില്ല. ഓവൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്. ഓവൻ കേടാൻ തോന്നുന്നു, സ്പാർക്കൊക്കെ വരുന്നുണ്ട് അതിനുള്ളിൽ. അപ്പോൾ പാഡ്ലോക്ക് കോഡ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാം. ഈ ലോക്ക് തുറക്കാം. നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഏതായാലും മറ്റേ ആഞ്ചലീനെ കൊല്ലാനുള്ള ബുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ കൊന്നിട്ട് നമുക്ക് മറ്റേ അങ്ങോട്ട് പോകാൻ പറ്റും. അതിനെ കൊന്നിട്ട് അതിൻ്റെ വായന കീ കിട്ടും. എന്നിട്ട് ആ കീ കൊണ്ട് നമുക്ക് ആ സ്പൈഡറിൻ്റെ അടുത്തേക്ക് പോവാം. സ്പൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈഡർ അമ്മമ്മേൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ നമ്മളതിനെ കൊന്നുണ്ട്. അത് ഇഴഞ്ഞ് വന്നിട്ട് അവിടെ തുപ്പിയിട്ട് അവിടെ കിടക്കുകയാണ്. നമുക്ക് ഏതായാലും കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ട് അവിടുന്ന് നമുക്ക് ആ ഡോറിൻ്റെ വയറുകൊണ്ട് മുറിക്കാം. ഇലക്ട്രിസിറ്റി ഓഫാക്കാം നമുക്ക്. ഇനി താഴത്ത് ഇങ്ങനത്തെ ഒന്നുണ്ട്, അതും കൂടെ ഓഫാക്കണം. അല്ല, ഞാൻ ഇപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്നത്. അവിടെ ഗ്യാസ് വലിയുണ്ട്. ഇവിടെ അല്ലല്ലോ. എന്താ ഇത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുണ്ട്, അത് ഓഫാക്കാം. ആ സ്പാർക്കൊന്നും നമ്മുടെ മേത്തിക്കായി ഗൈസ്. ഇനി ഏതായാലും അവിടെ പാഡിലൊക്കെ വേണം. അത് നോക്കുമ്പോൾ എല്ലാം കണ്ടുപിടിക്കാം. റയറായിട്ട് കിട്ടുന്ന സാധനമാണ് പാഡിലൊക്കെ. അത് കിട്ടിയാൽ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. അവിടെ കാർ ബാറ്ററി ഉണ്ട്. എന്താ അവിടെ തുപ്പിയിട്ടുണ്ട് അവിടെ. അതാ കിടക്കണം അവിടെ. പാവം ഗൈസ്, നമുക്ക് വേണ്ടി കീയൊക്കെ തുപ്പിയിട്ട് ചത്തു. ഏതായാലും ഈ കീ കൊണ്ടായിട്ട് നമുക്ക് തുറക്കാം. ഇവിടെ വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ കഴുകായിരുന്നു. സ്പൈഡർമാൻ്റെ തുപ്പര് മൊത്തം ഇതായി ഉണ്ടാവും. നമുക്ക് അവിടെ പോവാം. അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. അമ്മേ, കുറേ 8 കാലിയുണ്ട് ഗൈസ്. അമ്മേ ഇവിടെ നമ്മുടെ 8 കാലി ഇല്ലേ, പ്രാക്ടീസ് ആയതുകൊണ്ട് 8 കാലില്ല. അപ്പോൾ ഗൈസ് ഇവിടെ മീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും പോവാം. പണ്ട് ഇതിൽ പ്രാക്ടീസ് മോഡിൽ ഈ സാധനം ഉണ്ടായിരുന്നു ഗൈസ്, സ്പൈഡർ അമ്മമ്മ.
പക്ഷെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിലാവുന്നത് ഇപ്പം ഇല്ല. ഇതാ സ്ഥലം തന്നെ, നമ്മൾ നേരത്തെ വന്ന സ്ഥലമല്ലേ. അവിടെ ലിഫ്റ്റ് ഉണ്ട്, ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു മിനിറ്റ്. പോവാറായിട്ടില്ല ഗൈസ്. നമുക്ക് ആദ്യം അതിൻ്റെ നമ്പർ തപ്പണം. നമ്പർ തപ്പിയിട്ട് ഏത് നമ്പറാണ് വേണ്ടത് വെച്ചാൽ, ഏത് നമ്പറാണ് കണ്ടു വെച്ചാൽ നമുക്ക് ആ നമ്പർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ സ്പൈഡറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കൂടെ ഒരു ചെറിയ സ്പൈഡർ പോയി ഗൈസ്. അതാണ് ഞാനൊന്ന് സൗണ്ട് ഞാൻ കുറച്ച് നേരം ഒന്നും പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് കാർക്ക് ഇട്ട് അതിൻ്റെ ബോണറ്റ് തുറന്നു നോക്കായിരുന്നു. കാർക്ക് ഇതിപ്പോൾ എവിടെ? കാർക്ക് എനിക്ക് ആ ടോയ്ലറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് അവിടെയൊക്കെ നോക്കാം, നമ്പർ ഉണ്ടോയെന്ന് നോക്കാം നമുക്കവിടെ. ഞാൻ അപ്പം നമ്പർ ഉണ്ടോയെന്ന് നോക്കണതിൻ്റെ ഇടയിൽ ഒക്കെ ഒന്ന് നോക്കണമെന്നുള്ളൂ. ഒരു പിക്ചറും കൂടെ ഉണ്ട് അവിടെ, അത് നമുക്ക് വേണ്ട, ഇതിലൊന്നുമില്ല. ഇനി എവിടെയാ? ഇനി അവിടെ എൻജിൻ പാർട്ട് ഉണ്ട് ഗൈസ്. പക്ഷെ എൻജിൻ പാർട്ട് ആവശ്യമില്ല, നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യണത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? പോയൊക്കെ അവിടെ വെല്ലുണ്ട്. അവിടെ എന്തൊരു ക്യാനുണ്ട് ഗൈസ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തോ ഒരു പ്ലാൻ പോലത്തെ ഒരു സംഭവമുണ്ട് ഗൈസ്. അവിടെ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. അവിടെ ഒരു ആ മേശപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആ പേപ്പർ മാത്രമേ ഉള്ളൂ, ആ ഡയറി. ഒരാളുടെ ഡയറിയാണ് ഗൈസ്. എന്തോ ഡയറി എഴുതിയതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിയാൽ ഇവിടെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് കാക്കട എത്തി പോയേക്കാം. ഗ്രാനിയോട് ഇറച്ചിക്കച്ചവടം നടത്തുന്നുണ്ട് തോന്നുന്നു. വലിയൊരു ബീഫിൻ്റെ കാലോട് തൂക്കിച്ചിട്ടുണ്ട്. അവിടെ എന്തൊരു ബ്ലാക്ക് മാർക്ക്, എന്താ നമ്പറിന് അവിടെ 1 നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പെട്ടി തുറന്നു നോക്കാം. 1 നമ്പറുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പെട്ടിയാണ് തുറക്കേണ്ടത്. രണ്ടാമത്തെ തുറന്ന് നമ്മുടെ കഥ കഴിയും, ഷോക്കടിക്കും. അല്ലെങ്കിൽ ബോംബ് പൊട്ടിത്തെറിക്കും ഒന്ന്, അല്ലെങ്കിൽ ഷോക്കടിക്കാവും, എങ്ങനെ അറിയില്ല. ഇവിടെ അടുത്തൊരു ഷോട്ട് ഗൺ പാർട്ടുണ്ട്. അവിടെ എന്താ വീൽ ക്രാങ്ക് ടെഡ് നമുക്ക് ആവശ്യമില്ല. ഏതായാലും വീൽ ക്രാങ്ക് എടുത്തിട്ട് നമുക്ക് താഴത്തേക്ക് പോവാം. വീൽ ക്രാങ്ക് എടുത്ത് അവിടെ താഴത്തെ ഒരു ജയിൽ പോലത്തെ സംഭവം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. ആ ജയിൽ പോലത്തെ സംഭവം തുറന്നു കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം, ആ സ്പൈഡറിൻ്റെ അടുത്തേക്ക് ചാടാം. അവിടെ കോഗ് വീലുണ്ട് അവിടെ കോഗ് വീലുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം എടുക്കേണ്ടത് കുടുങ്ങിയ ഇവിടെ പോവാ ഗൈസ്. നമുക്ക് വീൽക്രാങ്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും വീൽക്രാങ്ക് ഇവിടെ വയ്ക്കാം. ഇവിടെയാണ് അല്ല, വേറെ സ്ഥലത്താണ് കറക്കണ്ടേ. ഞാൻ വിചാരിച്ച പുതിയ അപ്ഡേറ്റിൽ ഇവിടെ കറക്കേണ്ടത്. കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം. അവിടെ അല്പം എന്തെങ്കിലും ഉണ്ടാവും. അവിടെ ഇല്ല. ഇവിടെ നമുക്ക് വീൽ ക്രാങ്ക് വയ്ക്കേണ്ടത്. ഇവിടെ നമുക്ക് തിരിക്കണം, തിരിച്ചാൽ ഓപ്പൺ ആവും. നമുക്ക് ഏതായാലും ആ വീൽ ക്രാങ്ക് എടുക്കാം. വീൽ ക്രാങ്ക് എടുത്തിട്ട് അവിടെ വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീൽ ക്രാങ്ക് എടുക്കാം. മെല്ലെ എടുക്കാം നമുക്ക്. ഇത് ഈ ജയിലാണ്, ഇതാണ് തുറക്കേണ്ട കേസ്. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. നമുക്ക് ഏതായാലും പെട്ടി തുറക്കാം. ഏതായാലും നമ്പർ കിട്ടിയല്ലേ, ഏത് നമ്പറാണ് വേണ്ടതെന്ന്. ഇതാ ഒന്നാമത്തെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. 1 തുറക്കാം. വിൻ ചാനൽ ഇതിൻ്റെ ഉള്ളിൽ വിൻ ചാനലുണ്ട്. അത് തുറക്കല്ല.
അത് നമുക്ക് ഇപ്പം എടുക്കണ്ട. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഇടാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ എടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ. ഇപ്പം തന്നെ എന്തെങ്കിലും എടുക്കണേ. ഇപ്പം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ അവിടെ പോകണ്ടേ. നമുക്ക് ഏതായാലും വീൽ ക്രാങ്ക് അവിടെ വെച്ചിട്ട് വരാം. ഞാൻ അതിനപ്പോൾ ഇരുന്ന് ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. അത് തുറന്നിട്ടുണ്ടാവും. അവിടെ തുറന്നു. ഇനി ഇവിടെ എന്താ? ഇവിടെ അതാ ഒരു സാധനം അതാ. അതിൻ്റെ ഉള്ളൊന്നുമില്ല. എന്താ അടുത്തേതാ? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? മെലൺ അതാ. സംതിങ് ഈസ് ഇൻസൈഡ് ദിസ് മെലൺ. നമുക്കേതായാലും അങ്ങോട്ട് പോവാന്ന് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടപ്പോൾ പോകണം. പോവാ അല്ലെങ്കിൽ കണ്ട പോകണ്ട. ഇത് നമ്മൾ വന്നതല്ലേ. ഞാൻ തിരിപ്പോൾ അങ്ങോട്ട് മൊത്തം കൺഫ്യൂഷൻ ആയില്ലേക്ക്. ഞാൻ അപ്പം എങ്ങനെ പോവാ അങ്ങോട്ട്? ഇങ്ങോട്ടൊന്നുമല്ല ഞാൻ അപ്പം നേരത്തെ വന്നത് മെലം എടുക്കാൻ. ഇതാകെ കൺഫ്യൂഷനായല്ലോ. ഇതൊരു മെയ്സ് പോലാണല്ലോ ഈ വഴി. ഇത് നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെ. മെയ്സ് പോലുണ്ടത്. സ്ഥലത്തി ഇവിടെ തന്നെ. ശരി ഗൈസ്, വഴി ശരിയായി. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് ഈ മരം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം എടുക്കാം. ഇപ്പോഴത്തെ 8 കളി നമ്മളെ കടിക്കുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ കുറച്ചും കൂടെ രസമായിരുന്നു. കളിച്ചാന്നിട്ട് നമ്മൾ ചാവാൻ്റെ അല്ലെങ്കിൽ ഒരു 8 കളി കളിക്കാനുണ്ടല്ലോ. ആ 8 കളി അതിൻ്റെ ഉള്ളിൽ വെച്ചെന്തെങ്കിലോ. നമുക്ക് ഏതായാലും മുറിക്കാം ഈ മെലൺ. അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സാധനം നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എസ്കേപ്പ് ചെയ്തിട്ട് കാട്ടിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ വിശക്കുമ്പോൾ തിന്നുകയും ചെയ്യാം. പ്ലേയേഴ്സ് കിട്ടിയിട്ട് നമുക്ക് ഏതായാലും തുറക്കാം. ഇവിടെ അതിൻ്റെ അടിക്ക് പോയിക്കുക. നെയ്യുണ്ടോ നോക്കാം. എന്താള്ള ഇതിൻ്റെ അടിയിൽ നോക്കുക ഗൈസ്. ഈ സ്ഥലക്ക് അറിയാം ഗൈസ്. ഇതാണ് നമ്മുടെ മറ്റേ സ്ഥലം. ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട്. അത് കയറിയാൽ കാക്കയുടെ അടുത്തേക്ക് പോവുക. അവിടെ നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. അവിടെ ഫേസ് ട്രാപ്പ് മറ്റേ സ്യൂർ എസ്കേപ്പിന് ആവശ്യമുള്ള വുഡൻ സ്റ്റിക്കാണ് ഉള്ളത്. വേറെ ഒന്നുമില്ല നമുക്ക് ആവശ്യമുള്ള അവിടെ. ഇത് ഇവിടെ നിന്നാണ് നമ്മൾ നമ്പർ കണ്ട് നമുക്ക് താഴ്ത്തിക്ക് പോവാം. ഈ സ്ഥലം അണ്ടർഗ്രൗണ്ടാ? മറ്റേ സ്പൈഡറിൻ്റെ ഒക്കെ സ്ഥലം അണ്ടർഗ്രൗണ്ടാണ് തോന്നുന്നത്. എന്നാലേ അവിടെ വെള്ളം ഇവിടെ മുമ്പത്തെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടാവും. അതോ അതിൻ്റെ വെള്ളം പോകാണ്ട് കെട്ടിക്കിടന്നുണ്ടാവും. നമുക്കേതായാലും ഷോർട്ട് ഗൺ ഉണ്ടാക്കാം. വെപ്പണിക്ക് കിട്ടണില്ലല്ലോ. വെപ്പണിക്ക് ഇതുവരെയായിട്ടും കിട്ടണില്ല. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഗണ്ണിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാനിപ്പോൾ വേറെ വഴിയില്ലല്ലോ. ഷോർട്ട് ഗൺ ഉണ്ടാക്കാം നമുക്ക് തൽക്കാലത്തേക്ക്. നെക്സ്റ്റ് പാർട്ടിക്ക് ഓർമ്മ ഉണ്ട് മറ്റേ ടെഡ്ഡി ബെയറൊക്കെ ഉള്ള സ്ഥലത്ത്. അവിടുന്ന് നമുക്ക് ആ വീൽ ക്രാങ്ക് കിട്ടിയത്. അങ്ങോട്ട് പോവാൻ നമുക്ക്. ഞാൻ എന്തിനപ്പം അങ്ങോട്ട് പോകുന്നു? ഇവിടെ അല്ലേ പോവാ വയസ്. എന്തായി ഇതിങ്ങനെ തടയുണ്ട് വയസ്സ്. ഈ പെട്ടി തന്നെ അങ്ങനെ വെച്ച് ഈ പെട്ടി ഇങ്ങനെ തടയാണ്. താരവിടെ പെട്ടി കൊടുന്നത്? എനിക്ക് ഈ സ്ഥലത്ത് തന്നെ പെട്ടിക്കാൻ തോന്നിയത് എന്താ അറിയില്ല. എന്നിട്ട് ഈ പെട്ടി ഇറങ്ങി വീഴാനാവും. പെട്ടി എണ്ണിട്ട് വീണതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഗ്രാനിക്ക് തരാം. അതൊറ്റയാവും.
ഞാൻ അങ്ങനെ ഒരു ഗെയിം പ്ലേ വീഡിയോയിലും കണ്ടിട്ടില്ല ഗൈസ്. പെട്ടി അടഞ്ഞോണ്ട് എൻ്റെ സൗണ്ട് കേട്ടിട്ട് പെട്ടി അടഞ്ഞ് വീഴണമില്ല. ഞാൻ അതിലപ്പോൾ അങ്ങോട്ട് പോണ്. നമ്മുടെ ഷോട്ട് ഗണ്ണ് റെഡി ആയിട്ടുണ്ട്. റീലോഡ് ചെയ്യാം. 2 പറ്റൂലല്ലോ, 1 പറ്റുള്ളൂ. നമുക്ക് ഏതായാലും പോവാൻ കണ്ട് ഷൂട്ട് ചെയ്യാൻ. അത് വീഴ്ത്തി വന്നിട്ട് ആ സ്ക്രൂ ഡ്രൈവർ വീഴ്ത്തിയിട്ട് നമുക്ക് കുറച്ച് പണിയെങ്കിലും നടക്കും നമ്മുടെ. അതുകൊണ്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വീഴ്ത്തിയിടാൻ പോവുക. വീഴ്ത്തിടാം. അവിടെയാണ് നമുക്ക് വീഴ്ത്തിയിടേണ്ടത്. വീണു. ഈ സ്ക്രൂ ഡ്രൈവർ എടുക്കാം, താഴത്തേക്ക് പോവാം. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഓർക്കാം. പിന്നെ നമുക്ക് അവിടെ ഓർക്കാണ്ട് സ്പൈഡറിൻ്റെ അവിടെ തുറക്കാണ്ട് റസ്റ്റി പാഡ്ലോക്കി ചണ്ടയ്ക്ക് വെറും പാഡ്ലോക്കിയാണ്ട് റസ്റ്റി സ്യൂവറിനാ. ഇപ്പം സ്യൂവറിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയെന്നൊക്കെ തോന്നുന്നത്. ചെയിൻ കട്ടർ കിട്ടിയിട്ടില്ല. നമ്മൾ കണ്ടിട്ട് എടുക്കാത്ത പറ്റാവും ചിലപ്പോൾ. നമുക്ക് ഇങ്ങോട്ട് പോവാം. എന്താ കിട്ടണോ നില ആശയിൽ കിട്ടിയ മതിക്ക്. എന്താ സ്റ്റക്കായി? എന്താ ഇങ്ങനെ? സാധാ അങ്ങ് എത്ര ഹൈറ്റിൽ വരാറില്ല ഗൈസ്. അതാണ് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് കുറച്ച് ഹൈറ്റ് കൂടി ഉണ്ടാവും. അത്യാവും അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും ഇവിടെ തുറക്കാം. അതെന്താ അങ്ങനെ ഒരു സ്ക്രൂ അവിടെ നിന്നല്ലോ. ഇത് റെയറായിട്ട് കിട്ടാണ്ട സാധനം നമുക്ക് ഏതായാലും കിട്ടി ഗൈസ്. പാഡ്ലോക്കി നമുക്ക് ഏതായാലും തുറക്കാം കൊണ്ടുപോയിട്ട്. പാഡ്ലോക്ക് എന്താ ഞാൻ പെരുന്നത്? എസ്കേപ്പ് ആവണം ഗൈസ്. അല്ലെങ്കിൽ ഗ്രാനിയെ ഇങ്ങോട്ട് വന്നാൽ എന്നെ തല്ലി കൊല്ലും. ഞാനിപ്പോൾ എന്താ വെക്കേഷനായിട്ട് ട്രിപ്പ് പോയതാ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ തലമണ്ട അടിച്ചു പൊളിക്കും. ഐ നീഡ് എ ഹാമർ വേണം. അത് പൊളിക്കാൻ ഹാമർ വേണം. ഹാമറിനിപ്പോൾ കണ്ടുപിടിക്കണ്ടേ? ഹാമർ ഇപ്പം എവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കാനാ? അല്ലെങ്കിലൊക്കെ നമുക്ക് ഹാമർ ആദ്യം കിട്ടല്. ഇന്നെന്താ അറിയില്ല. ഇതെന്താ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ കണ്ട്. ഇപ്പം ശരിയായി ഗൈസ്. അതവിടെ മറ്റേതുണ്ട്. അല്ലെങ്കിൽ കണ്ടല്ലോ നമ്മൾ. പിന്നെന്തിനാ ഒന്നും കൂടെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവാം. അവിടെ ഇതിപ്പോൾ ഒന്നും മനസ്സിലാവില്ല ഗൈസ്ക്ക്. കൺഫ്യൂഷനായി. നമ്മുടെ ഹാമർ എവിടെ ഹാമർ കിട്ടണില്ല നമുക്ക്. ചിലപ്പോൾ എന്താ വെല്ലിൻ്റെ ഉള്ളിലുണ്ടാവും. അത് തുറക്കണം. വെല്ല് തുറക്കണം. വെല്ല് തുറക്കല്ലല്ലോ, അത് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കല്ലേ. ബക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നാലും ബക്കറ്റിലെങ്ങനെ കറക്റ്റ് കിട്ടണത് അതെന്നെ ഡൗട്ട്. പക്ഷെ ആ വെല്ലിൽ വെള്ളമില്ലെന്നുള്ളൂ. ഞാൻ വെച്ചാൽ കളിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ. വെള്ളം കിട്ടൂല, നമുക്ക് ആ സാധനം മാത്രമേ കിട്ടുള്ളൂ. വെള്ളമില്ലാത്ത കിണറാ. ഇവരെങ്ങനെ പിന്നെ വെള്ളം കുടിക്കുന്നു? വേറെ എവിടെയെങ്കിലും കുഴൽക്കിണറുണ്ടാവും. എന്താക്കണ്ട ഗൈസ്, വെള്ളമില്ല അതിൽ. നമ്മുടെ സാധനം മാത്രമേ ഉള്ളൂ.
ഇവിടെ മൊത്തം വുഡൻ്റെ സാധനങ്ങളാണല്ലോ. ഇവർക്ക് സ്വന്തമായിട്ട് വല്ല മില്ലുണ്ടാ, സോമില്ല് എന്തെങ്കിലും ഉണ്ടാ ഇവർക്ക് സ്വന്തമായിട്ട്? അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇത് മൊത്തം വുഡനാ, ഫ്ലോർ വരെ വുഡനാ. തോന്നി ചുമരും വുഡനാന്നാ. ഈ ഹാമറും വുഡനാ. ഹാമർ എനിക്ക് കുറച്ച് കനം കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുക. ഈ ഹാമറിൻ്റെ കൈ വരെ ഇത് വുഡനാ. എന്താ തൊട്ടിൽ വരെ വുഡനാ. ഓ കോഗ്വീല് 2 കോഗ്വീലും കിട്ടി. നമുക്കത് തുറക്കാൻ പറ്റും. എന്താ കാർഡ്ബോർഡിൻ്റെ പെട്ടിക്കാരം മറ്റേ വുഡൻ്റെ പെട്ടിയാണല്ലോ. ഇത് വുഡിൻ്റെ ലോഗാണ് തോന്നുന്നത്. ഈ പ്രതിമ വരെ വുഡാ. അതിൻ്റെ പിടിക്കണ അതൊക്കെ ശരിക്കും നമ്മളൊക്കെ സ്റ്റീലല്ലേ വയ്ക്കുക. ഇതൊക്കെ വുഡന വെച്ചിരിക്കണത്. എന്താ സേഫ്റ്റീൻ്റെ അറ്റവും വുഡനാന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കില്ല, ഷോട്ട് ഗണ്ണിൻ്റെ അറ്റവും വുഡനാണ്. വുഡൻ്റെ ലോഗ തോന്നുന്നത്. മൊത്തം വുഡനാ. ഇപ്പം വുഡനല്ലാത്ത എന്താ ഇപ്പം ഉള്ളത് ഇവിടെ? ഈ കോഗ്വീലും വുഡനിൽ പെയിൻ്റ് അടിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ആണെങ്കിലോ എനിക്ക് ഏതായാലും തുറക്കാം. അതാ വെപ്പണിക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കിട്ടിയ കുറച്ച് ഉപകാരമായിരുന്നു. വെപ്പൺ എന്താപ്പോൾ കാണാത്തത്? ഈ മറ്റേ സാധനം കോഗ്വിയിൽ ഡ്രോപ്പ് ചെയ്ത് നോക്കട്ടെ ഞാൻ. എന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് എടുത്ത് നോക്കട്ടെ. നമുക്ക് എടുത്ത് നോക്കാം. കുറച്ച് പൊക്കി. അതാ കണ്ടു ഞാൻ കണ്ടു. അതാ കിട്ടി. എന്നെപ്പോലെ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം ഗൈസ്. എല്ലാം നമ്മളെല്ലാം അങ്ങനെ കണ്ടുപിടിച്ച് ചെയ്യല്ലോ. കുറച്ച് ട്രിക്കും വേണം നമുക്ക്. ഏതായാലും ഞാൻ ക്രോസ് ബോ തുറന്നിട്ട് തരാം. ക്രോസ് ബോ തുറക്കല്ലോ. ക്രോസ് ബോൻ്റെ ഡോർ തുറന്നിട്ട് തരാം. ആ ചെറിയ മിനി ഡോർ എടുത്ത എന്താ വാർഡ്രോബാണ്. ശരിക്കും ഇവിടെ വുഡൻ്റെ വെക്കേണ്ട എല്ലാം സ്റ്റീലിൻ്റെ വെച്ചിരിക്കണത്. ആ വാർഡ്രോബ് എനിക്ക് വുഡൻ്റെ വെക്കേണ്ടത്. അവിടെ സ്റ്റീലിൻ്റെ വെച്ചിരിക്കണത്. നോക്ക് കാണിച്ചു തരാം. നോക്ക് സ്റ്റീലിൻ്റെ വെച്ചിരിക്കണത്. ഇത് വുഡനും സ്റ്റീലും മിക്സ് ആയിട്ടുള്ള എന്തോ ഒരു മെറ്റീരിയലാണ് ഒന്ന്. സ്റ്റീലല്ല, അത് ഇരുമ്പാണ്. അതല്ല ഇങ്ങനെ തുരുമ്പിടിച്ചിക്കണ്. സ്റ്റീലിൽ തുരുമ്പിടിക്കുമല്ലോ. നമുക്ക് ഏതായാലും ഷൂട്ട് ചെയ്യാം. അല്ല എന്ത് ഷൂട്ട് ചെയ്യാം? നമുക്കാദ്യം മറ്റേ സ്പൈഡറിൻ്റെ അടുത്ത് അത് ഡോർ തുറക്കാം. മറ്റേ സ്പെഷ്യൽ കീ ഇട്ടിട്ട് എന്നിട്ട് ഷൂട്ട് ചെയ്താൽ പോരാ. എന്തിനപ്പം തന്നെ നമുക്കതേ തുറക്കണം. എന്നിട്ടല്ലേ ഷൂട്ട് ചെയ്യൽ. തുറക്കാണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. തുറക്കാം നമുക്ക് ഏതായാലും. സ്റ്റക്കായതൊന്ന് ഗൈസ്. ശരിയായി. ഓക്കെ, നമ്മളത് തുറന്നുണ്ട്. ഇനി നമുക്ക് ക്രോസ് ബോ എടുത്തിട്ട് വരാം. എവിടെ അതിൻ്റെ ട്രാങ്കുലിസർ ഡാർട്ട്? ഇത് ക്രോസ് ബോ, മറ്റേ ട്രാങ്കുലിസർ ഡാർട്ട്. അങ്ങനെ എന്താ ഗൈസ് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ട്രാങ്കുലിസർ ഡാർട്ട് പഠിക്കാൻ 2 വർഷം എടുക്കുമല്ലോ. പക്ഷെ ഒന്നും എടുക്കൂല ഗൈസ്. ഞാൻ 3 ദിവസം കൊണ്ടിട്ട് പഠിച്ചു തീർത്തത്. 3 ദിവസം തോന്നുന്നു ഗൈസ്. ഏതായാലും ഷൂട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ പോയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ റെഡ് ഡോട്ടിൽ ഷൂട്ട് ചെയ്തിട്ട് ആ കൂടെ അടയ്ക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ആ സ്പൈഡർ നമ്മളെ വന്നിട്ട് തിന്നും. ആള് ഷൂട്ട് ചെയ്യില്ല ഗൈസ്. കുറച്ച് പൊക്കി വെച്ച് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അതാവും. ഇവിടെ ഷോട്ട് ഗണ്ണിൻ്റെ ആമുണ്ട്. നമുക്കിനി ഒന്നും കൂടെ റീലോഡ് ചെയ്തിട്ട് വരാം. വരുമ്പോൾ ഒന്നും കൂടെ പൊക്കി
ഉമ്മേ ഞാൻ പറഞ്ഞ് ചാടണ്ടായിരുന്നു. എളുപ്പം വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചാടണ്ടായിരുന്നു ഗൈസ്. ഭാഗ്യം ഞാൻ അങ്ങോട്ട് ചടഞ്ഞ്. നമുക്ക് ഏതായാലും റീലോഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം, താഴത്തേക്ക് പോവാം. താഴത്തല്ലല്ലോ, മുകളിലല്ലേ, മാറിപ്പോയി ഗൈസ്. ഇതിലിപ്പോൾ എത്ര ഫ്ലോറാണുള്ളത്? 4 ഫ്ലോറാണ്. എത്ര? 1 എത്ര? ഞാൻ ഒന്ന് എണ്ണി നോക്കട്ടെ. ഷോർട്ട് ചെയ്യുക ഗൈസ്. എത്രയാണ്? 1, പിന്നെ 2, 3, 4 ഫ്ലോറുണ്ട് ഗൈസ്. ഇത് അംബാനീൻ്റെ വീടിന് പോലും ഉണ്ടാവില്ല എത്ര ഫ്ലോറ്. ഈ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട്, ഈ സ്പാനറിന് വേണ്ടിയിട്ട്. അവിടെ തുറക്കാൻ പറ്റില്ല, ഗ്രാനിക്ക് തുറക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഗ്രാനീൻ്റെ ഫേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഗ്രാനിക്ക് ആ പ്ലാന്റിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്തെങ്കിലും സിമ്പിൾ ട്രിക്കിന് അങ്ങനത്തെ ഡോർ എടുത്തതുണ്ടാവും. എന്നാൽ നമുക്കെന്താ തുറക്കാൻ പറ്റാത്തത്? അല്ലെങ്കിൽ ഗ്രാനി കാണാണ്ട ഗ്രാനിയുടെ ബാക്ക് പോയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? നമുക്ക് ഏതായാലും ഹാമർ ഹാമറിൻ്റെ ആവശ്യം വരും അപ്പോൾ നമുക്ക് ഏതായാലും ഇനി എന്താ ചെയ്യുക? നമുക്ക് സാധനം കണ്ടുപിടിക്കുക തന്നെ. വേറെ എന്താ ചെയ്യുക? ഇപ്പം എങ്ങോട്ടാ പൂവേ തപ്പാൻ? മൊത്തം സ്ഥലവും തപ്പി എനിക്ക് തോന്നുന്നത്. അവിടെ എന്താ ഈ സാധനം അവിടെ ഇട്ട് കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് നമുക്ക് ഇപ്പം ഏതായാലും സേഫ് എടുക്കാം. നമ്മൾ സേഫ് ഇറക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചിട്ട് ഓരോന്ന് ചെയ്യാം. ആവശ്യമില്ലാത്ത എന്തെങ്കിലുമാണ് കിട്ടണമെങ്കിൽ ഞാൻ ഈ കളി നിർത്തും. ഞാൻ ഈ കളിക്കണം നിർത്തും, ഉറപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കളിക്കണം നിർത്തും, ഉറപ്പാണ്. ഞാൻ പിന്നെ വീഡിയോ അവസാനിപ്പിക്കും. പിന്നെ ഗ്രാനി എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും ഗൈസ്. പിന്നെ ചാപ്റ്റർ ഒന്നും കളിക്കില്ല. അതാണ് എൻ്റെ പ്ലാന്. ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു ഗൈസ്. കാർക്ക് കിട്ടി. കുറേ നേരം കിട്ടാണ്ടിരുന്ന സാധനം അവസാനം കിട്ടി. മാസ്റ്റർ കിട്ടി ഗൈസ്. പക്ഷെ ഇപ്പം തുറക്കണ്ട, അപ്പം നമുക്കത് തുറക്കാൻ പറ്റൂല. കാണിച്ചു തരാം. അപ്പം തുറക്കാൻ പറ്റൂല. ഈ പ്ലാങ്ക് ആക്കിയില്ല ഗൈസ്. നമ്മൾ മറന്നു. നമുക്കിപ്പോൾ പ്ലാങ്ക് ഹാമർ എടുക്കണ്ട. അതിന് ഞാൻ എന്തിനപ്പോൾ വേറെ പ്ലാങ്ക് എടുക്കാൻ പോയി. ഹാമർ എടുക്കാം. പാത്തിക്ക് പോയിട്ട് ഇനി നമുക്ക് ആ ഡോർ തുറക്കാം. ഞാൻ പ്ലാങ്ക് അടിച്ച് വിളിച്ചാൽ നമുക്ക് ഈ കീ ഒന്ന് അവിടെ നിന്ന് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ കീ കുടുങ്ങും അതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുടുങ്ങിയത് ഗൈസ്. ഇത് തല്ലി പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്റ്റർ കീ തുറക്കാം. നമ്മൾ എസ്കേപ്പായി ഗൈസ്, എസ്കേപ്പായി. അപ്പോൾ ഗൈസ് എന്താ, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ട. അപ്പോൾ ഗൈസ് ഗ്രാനി പറഞ്ഞ കേട്ടല്ലോ, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത പുതിയ വീഡിയോയിൽ കാണാം.